സൺഡേ ഈവനിങ് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ച് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയത് ആലുവ മണപ്പുറത്തേക്കാണ്. അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ആകാശത്തിന്റെ മട്ടും പാവും ഒക്കെ മാറി തുടങ്ങി. അപ്പൊ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് മഴ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വരുന്നേ. മഴ മാറണ വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. മഴ മാറിയപ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടി തല്ലുടിച്ച് പോകുന്നതാണ് ഈ കാണുന്നത്. കണ്ടാൽ വിചാരിക്കും ഞങ്ങളായിട്ട് തല്ലുടിച്ച് പോകുന്നതാണെന്ന്, പക്ഷേ അല്ല, അവർ രണ്ടുപേരും പരസ്പരം തല്ലുടിച്ചിട്ട് ഒരുമിച്ച് പോകുന്നതാണ് ആ കാണുന്നത്. ഞങ്ങളായിരുന്നെങ്കിൽ ഇവരുടെ തൊട്ട് പുറകെ തന്നെ നടക്കണ്ടായിരുന്നേ. അപ്പോഴാണ് കേട്ടോ പാലത്തിക്കൂടെ ട്രെയിൻ പോണത് കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അതും നോക്കിയിരുന്നു. അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവരെ നോക്കുമ്പോൾ ഗൗതമ അഞ്ജുവിന് വെള്ളത്തിലോട്ട് ഉന്തിയിടുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ രണ്ടെണ്ണത്തിന്റെ കയ്യിലിരിപ്പ് അതായതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്കിത് കണ്ട് ചിരിക്കാന്നല്ലാണ്ട് വേറൊന്നും പറയാനോ ഉപദേശിക്കാനോ പറ്റില്ല. പിന്നെ കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കണ അഞ്ജുവിനെ ഗൗതം കളിയാക്കിയിട്ട് പതുക്കെ അവനും വെള്ളത്തിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോ അവൻ സ്വയം ഇറങ്ങിയില്ലെങ്കിൽ അഞ്ജു അവനെ പിടിച്ച് വെള്ളത്തിലിട്ട് മുക്കൊന്നും അവനറിയാം. ഞാനും നന്ദനാണെങ്കിൽ ഇതൊക്കെ കണ്ടിരുന്ന് ആസ്വദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മഴ വന്നതിന് മുമ്പ് വീട്ടിൽ പോകുന്ന വെച്ചപ്പോൾ രണ്ടെണ്ണം കൂടി ആ പുല്ലി കിടന്നായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ പറയാവേ. അപ്പൊ ഓക്കെ, ബൈ.